ഒരു ഷോ എങ്കിലും ഹൗസ്ഫുള്ളായിട്ട് ഒരു സിനിമ ഓടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമേ അല്ല. അത് എന്തുകൊണ്ട് ചെയ്യാനത് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. മമ്മൂക്ക അന്ന് പറഞ്ഞത് ഇപ്പം എനിക്കത് ചെയ്യാനുള്ളൊരു പ്രായമായിട്ടില്ല. സുസുസുധി എന്ന് പറയുന്ന റോൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഓരോ സിനിമയ്ക്കും ഓരോ ഉദ്ദേശമുണ്ട്. ഇപ്പോൾ നമ്മൾ മോളിയാനി റോക്സ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ ഫ്രം ദ ഔട്ട്സൈഡ് നമുക്കറിയാം അതൊരു സൂപ്പർ ഹിറ്റ് ആകാൻ പോകുന്ന സിനിമയല്ല. അതുകൊണ്ടാണ് ചെയ്തു. മോളിയാനി റോക്സ് എന്ന പേര് വെച്ചിട്ട് ആ സബ്ജക്റ്റും ഇൻകം ടാക്സ് ഒരു വിഷയം, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് പോലും ഇൻകം ടാക്സ് എന്നൊന്നും അറിയില്ല. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീനെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അവർ പ്രൊഫഷണൽ ലൈഫിന് ഡീൽ ചെയ്യുന്ന സിനിമകൾ വന്നിട്ടേ ഇല്ല ഇവിടെ. അപ്പം സിനിമ നമുക്ക് സിനിമ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കറിയാമായിരുന്നു ആ സിനിമ ഒരിക്കലും അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാൻ പോകുന്ന സിനിമയല്ല. എന്നിട്ട് തന്നെയാണ് ആ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വി ആർ വെരി ഹാപ്പി ബൈ ദ വേ ദിസ് ഫിലിം ഡിഡ് എക്സെട്ര. പുണ്യാളനിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പലർക്കും അറിയാം നമുക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എനിക്ക് ക്യാൻ ഐ മേക്ക് എ ഫിലിം which can run houseful in all theatres, at least one show. അത് ഭയങ്കര ചാലഞ്ചാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഇവിടെ 60 തിയേറ്ററിൽ റിലീസ് ചെയ്യുമെങ്കിൽ 60 തിയേറ്ററിലും ഒരു ഷോ എങ്കിലും ഹൗസ്ഫുള്ളായിട്ട് ഒരു സിനിമ ഓടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമേ അല്ല. ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുമല്ലോ അങ്ങനത്തെ സിനിമ. അപ്പം ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഓൺ മൈ ടേംസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഐ ഡി നോട്ട് വാണ്ട് ഇറ്റ് ടു ഹാപ്പൻ ബിക്കോസ് അതൊരു വലിയ സ്റ്റാറുണ്ട്, അയാളുടെ ഒരു സ്റ്റാർ വാല്യൂവിനെ നമ്മൾ ക്യാഷ് ചെയ്തൊരു സിനിമയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി വൺ ഷോ ഹൗസ്ഫുള്ളാവും. പിന്നെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് ഇറ്റ് ഹാസ് ടു ബി ഫിലിം ഓൺ മൈ ടേംസ്. അങ്ങനെ സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു സന്തോഷമുള്ളൂ. അപ്പം ഒബ്വിയസ്ലി ഫസ്റ്റ് ഷോ ആയിരിക്കില്ല ഹൗസ്ഫുള്ളാവും, പ്രോബ്ലി സെക്കൻഡ് ഷോ ആയിരിക്കും. വി ആർ ഹാപ്പി. അപ്പം അതുണ്ടാക്കാന്നുണ്ടായിരുന്നു. അപ്പം എന്ത് തരത്തിലുള്ളൊരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ ഈ ആനപ്പണ്ടിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവം, ഇതും ഒരു വളരെ വളരെ നാൾ മുമ്പ് പല കഥകളിൽ ആലോചിച്ചിട്ടുള്ളൊരു എലമെൻ്റാണ്. അത് ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോഴും ലാർജ് സ്കെയിൽ നടക്കുന്നതാണ്. ശ്രീലങ്കയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ലാർജ് സ്കെയിൽ നടക്കുന്നൊരു ബിസിനസ്സാണ്. പക്ഷേ എനിക്കതിനൊരു കഥയാക്കാൻ, ഒരു സിനിമയാക്കുക എന്ന് പറയുമ്പോൾ പല കഥകളിൽ അത് ബ്ലെൻഡ് ചെയ്ത് ആലോചിച്ചിട്ടുള്ളത്. ഹർത്താലിനെ ബേസ് ഒരു സിനിമ എന്ന് പറഞ്ഞ് പല കഥകളിൽ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോളിയാൻഡിൽ വരുമ്പോൾ ഒരു ഇൻകം ടാക്സ് ബേസ് സിനിമ പല കഥകളിൽ ആലോചിച്ചിട്ടുള്ളത്. അത് അതിൽ ഫിറ്റായി, അപ്പോഴാണ് സിനിമ ഉണ്ടാവുക. അപ്പം പെട്ടെന്ന് ഈ സിനിമ ഉണ്ടാക്കണം എന്നാലോചിച്ചു. അല്ലെങ്കിൽ എനിക്കെല്ലാം വളരെ പെട്ടെന്നുള്ള ഒരു തോന്നലാണ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു ഇതാരും വെച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ എം ട്രൈങ്. കഥ എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. കഥ ഈ ഒരു സാധനമായിരിക്കാം എന്നൊരു തോന്നലുണ്ട്. ഏത് കഥ ആലോചിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇത് ചെയ്യാം. ബിക്കോസ് ദർ ഇസ് ഹ്യൂമർ ഇൻ ദിസ്. ആൻഡ് ഓൾസോ എനിക്ക് പുണ്യാള ഗർഭത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ആളുകൾ അതിനൊരു തമാശ സിനിമയായിട്ട് എടുത്തു, ഒരു എൻ്റർടൈനറായിട്ട് എടുത്തു. അതിനപ്പുറത്ത് ചില തലങ്ങൾ ആ സിനിമയ്ക്കുണ്ടായിരുന്നു. അത് ഇറ്റ്സ് ഓക്കെ, നമ്മളതിനെ ആ സീരിയസ് കാണുന്നത്. ബിക്കോസ് ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ്. സംബഡി ഹാസ് ട്രൈ ടു ക്രിയേറ്റ് എ ബിസിനസ് ഔട്ട് ഓഫ് ദാറ്റ് വേസ്റ്റ് ആൻഡ് എമേജ് സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് വേറെ തലമുണ്ട് ആ സിനിമയ്ക്ക്. അപ്പം അത് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഹൂ ക്യാൻ ബി ദ ഹീറോ എന്നാലോചിച്ച് പലരെയും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജയസൂര്യനിക്ക് പരിചയമേ ഇല്ല. ജയസൂര്യ ഇൻ്റർവ്യൂ, അപ്പോൾ ടി വി, ഇതെല്ലാം സമയമാണെന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ ടി വിയിൽ ഞാൻ ചാനൽ സ്വിച്ച് ചെയ്യുമ്പോൾ ജയസൂര്യ ഇൻ്റർവ്യൂ. അപ്പോൾ ജയസൂര്യ പറയുന്നത് ഞാൻ ഇപ്പം വെറുതെ ഇരിക്കുകയാണ്, ഞാൻ പടങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് ആലോചിച്ചു എന്താണ് ചെയ്യാത്തത്. അല്ല, എനിക്കങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും വരുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാലേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നീ സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. ഫോർ എ ബിഗ് ഓർ സ്മോൾ സ്റ്റാർ ടു മേക്ക്, ബിക്കോസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് അങ്ങനെ തീരുമാനം എടുക്കും. എനിക്ക് തോന്നി ദിസ് പേഴ്സൺ ഈസ് ഇൻ ദ റൈറ്റ് മൈൻഡ് സെറ്റ് ഫോർ ദിസ് തിങ്. അപ്പോൾ ഇങ്ങനെ സാധനം ചെയ്യുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പണിയുണ്ട്. വെറുതെ ഒരു ജോലി പോലെ ഒന്നും ചെയ്യുമ്പോൾ കാര്യമില്ല, ഭയങ്കരമായിട്ടുള്ള ശ്രമം ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടായാലേ ഈ സിനിമ ഈ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ ഇൻ്റർവ്യൂക്ക് പണ്ടെപ്പോഴും വന്ന് റീടെലികാസ്റ്റ് മാറ്റുമായിരുന്നു. ഞാനപ്പോൾ രാവിലെ മറ്റേ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ തന്നെ ജയനൊരു മെസ്സേജ് അയച്ചു, അതായത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പുള്ളി ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വിളിച്ചു. പുള്ളി ജിമ്മിൽ മറ്റായിരുന്നു. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി പറഞ്ഞു നമുക്ക് നാളെ കാണാം, നമ്മൾ രാവിലെ കാണാം.
ഞാൻ അവിടെ ഭയങ്കര പെട്ടെന്നായി പോയി. നാളെ രാവിലെ ഞാൻ നോട്ട് റെഡി, നാളെ രാവിലത്തേക്കും എൻ്റെ ഈ ഒരു തോട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം കൊണ്ടാണ് അതിൻ്റെ ഒരു ഏകദേശം ഓൺലൈൻ ഉണ്ടാകും. ബിക്കോസ് ഐ ഹാവ് ടു ടെൽ സംതിങ് ടു ഹിം ടുമോറോ. പക്ഷേ അത് അന്ന് രാത്രിക്ക് ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആ സിനിമയിൽ വന്നിരുന്നു. ആ സിനിമ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക് എന്ന് തോന്നി. പിറ്റേ ദിവസം രാവിലെ പുള്ള വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഷുവറാണ് അതൊരു ജൂൺ മാസമോ മറ്റോ 2013. എനിക്ക് ഷുവറായിരുന്നു നമ്മളിത് ചിങ്ങം 1 ഷൂട്ട് ചെയ്യാൻ പോകണം. ദാറ്റ്സ് ഓഗസ്റ്റ് 17. ഈ സിനിമ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ബിക്കോസ് അത് എന്തുകൊണ്ട് ചെയ്യാനത് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. വർഷം ആക്ച്വലി അഗെയിൻ ഇറ്റ്സ് എ പുണ്യാളം കഴിഞ്ഞിട്ട് എന്ത് സിനിമ ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ആദ്യം തോന്നിയത് വർഷമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ തോട്ട് ഐ വാണ്ട് ടു സേ ദാറ്റ് സ്റ്റോറി ഫോർ എ വെരി ലോങ് ടൈം. അപ്പം ഇറ്റ് വാസ് എ വെരി റിസ്കി ഫിലിം ടു മേക്ക്. സോ പുണ്യാളനൊരു ഭയങ്കര വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് ആയപ്പോൾ ഐ തോട്ട് ദാറ്റ് വാസ് എ റൈറ്റ് ടൈം ടു ടേക്ക് എ ചാൻസ് ആൻഡ് മേക്ക് ദാറ്റ് ഫിലിം. ഞാൻ മമ്മൂക്കോട് പറഞ്ഞൊരു കഥയാണത്, അന്ന് പറഞ്ഞതാണ് 2009. അപ്പം അന്ന് പുള്ളിക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. മമ്മൂക്ക അന്ന് പറഞ്ഞത് ഇപ്പം എനിക്കത് ചെയ്യാനുള്ളൊരു പ്രായമായിട്ടില്ല, അപ്പം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഈ പടം നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല കഥകൾ പല രീതിയിലാണ്. ഇപ്പോൾ പാസഞ്ചർ എന്ന് പറഞ്ഞ കഥയിൽ മമ്മൂക്കേനെ ആലോചിച്ചാണ്. പക്ഷേ when I immediately at some point when I thought of Srinivasan, I thought that was the best casting. അതാണ് പെർഫെക്റ്റ് എന്ന് നമുക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് സിനിമ ഉണ്ടാക്കേണ്ടത്. ബട്ട് ഐ ഓൾവേസ് ഗോ ബൈ ദറ്റ് ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷേ വർഷത്തിൻ്റെ കേസിൽ ഞാൻ ആലോചിച്ചപ്പോൾ അത് ചെയ്യാൻ വേറെ ആരുമില്ല. എന്തെങ്കിലും ആ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കനെ വെച്ച് തന്നെ ചെയ്യാനുള്ള സിനിമയാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ കഥ മാറ്റി വെച്ചു. എന്നുവെച്ചാൽ സീ ഈസ് നോട്ട് റെഡി. അപ്പോൾ പിന്നെ നമ്മളതിന് ഒരു സിനിമ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് വീട്ടിൽ നമ്മൾ സർക്കസ് വെച്ചിട്ട് കാര്യമില്ല. സോ ഐ വെയിറ്റഡ് ഫോർ 5 years. 5 years കഴിഞ്ഞപ്പോൾ ദ സിറ്റുവേഷൻ വാസ് റൈറ്റ്. സോ ഞാൻ ഒരു 2014 5 years കഴിഞ്ഞിരുന്നു. ഞാൻ മമ്മൂക്കനോട് പറഞ്ഞു നമുക്കതാണ് സംഭവം, അത് ഇപ്പോൾ എനിക്ക് ഈ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ആ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് പറഞ്ഞതിനേക്കാൾ. അപ്പം അത് ബൈ ഡിഫോൾട്ട് നമ്മൾ കുറേ കഥകൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചെറുതായിട്ട്. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് കഥയ്ക്കും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ മെച്യൂരിറ്റി ഈ കഥകളിലും വരും, നമുക്കുണ്ടാകുന്ന മെച്യൂരിറ്റി. അപ്പോൾ അന്ന് ആ കഥ കേട്ടപ്പോൾ മമ്മൂക്കയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് പുള്ളി ഒന്നിലധികം പ്രാവശ്യം പുള്ളിയുടെ കണ്ണെന്ന് പറഞ്ഞിരുന്നു. പുള്ളി അത്ര ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഇമ്മീഡിയറ്റ്ലി അപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വെച്ച് പടമായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പുള്ളി പറഞ്ഞു അവിടെ നമുക്ക് ചെയ്യാം, നമുക്ക് രണ്ടുപേരും കൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സിനിമ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. മമ്മൂക്കയുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. കാരണം മമ്മൂക്കയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ വളരെ അടുത്ത ആളുകൾ പോലും പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഭയങ്കര തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വർഷത്തിൻ്റെ ഷൂട്ടിങ്. കാരണം പുള്ളി കാണിച്ചൊരു ഇൻവോൾവ്മെൻറ്റ് ആ സിനിമയിലും ആ ക്യാരക്ടറിലും ആ സ്ക്രിപ്റ്റിലും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഒരു ആഫ്റ്റർ എ പോയിൻറ്റ് യു ബിക്കം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് മുമ്പേ ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് സമയത്തും അത് വളരെ നന്നായിട്ടുണ്ട്, ഷൂട്ടിങ്ങിന് ശേഷം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു റെസ്പെക്റ്റ് തോന്നിയ ഒരു പേഴ്സണാണ്. ഫൊർഗെറ്റ് ദ ഗ്രേറ്റ് ആക്ടർ ഹീസ് എന്നുള്ളതല്ല, പുള്ളി ലൈഫിൻ്റെ ഈ സ്റ്റേജിലും കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, നിലനിർത്തുന്ന ബന്ധങ്ങൾ, ജീവിതത്തിൽ പുലർത്തുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ കീപ്പ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് ഫോർ എ പേഴ്സൺ ഓഫ് ഹിസ് സ്റ്റേച്ചർ. പക്ഷേ അത് ചെയ്യുന്നു എന്നുള്ള, എസ്പെഷ്യലി പുള്ളി ഒരു ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ശരിക്കും പറഞ്ഞാൽ വർഷം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യേനെയൊക്കെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് ഫോൺ വിളിച്ച് വെക്കുന്ന ഒരാളായിരുന്നു. നമുക്കായിട്ടുള്ളൊക്കെ ഒരു സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് സംസാരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലൂടെ എത്തി. കാരണം അത്രയും തിരക്കുള്ള ഒരാൾക്ക് ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലിലോട്ട് വന്നു. അപ്പം അത് ടു സം ഇറ്റ് അപ്പ്, ഇപ്പോൾ നമ്മളൊരു വളരെ ജനറലായിട്ടൊരു സെയിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വിഗ്രഹം നമ്മൾ അകലെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, പക്ഷേ അടുത്ത് വരുന്നതോറും അതിൻ്റെ ഭംഗി കുറഞ്ഞു വരും എന്നൊരു സെയിങ് ഉണ്ട്. നമുക്കുടെ കേസ് എനിക്ക് നേരെ തിരിച്ചാണ് തോന്നുന്നത്. അകലെ നോക്കുമ്പോൾ കാണുന്ന ഭംഗിയേക്കാൾ
എനിക്ക് വളരെ വളരെ റിഫൈൻഡും ബ്യൂട്ടിഫുൾ പ്യൂറും ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അടുത്ത് കണ്ടു. അതായത് ഒരു ലൈഫ് അതേപോലെ എടുത്ത് സിനിമയാക്കുക എന്നുള്ളതേ അല്ല, അതിൽ ചില എലമെൻസാണ് നമുക്ക് എല്ലാ സിനിമയും സുതി ഉൾപ്പെടെ. ഇപ്പം പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻസ്പിറേഷൻ ഈ സെയിം സുതിയായിരുന്നു, ഹു ഇസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് സുതി ഓൾസോ. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിലൊരു പ്രത്യേകതയായിരുന്നു ഒരു ചാലക്കുടി പുഴയിൽ കിടമ്പോൾ ഉറങ്ങുക, ആലുവ പാലത്തിൽ എണീക്കുക, തിരിച്ച് അതുപോലെ തന്നെ ചെയ്യുക, 9-ാം ദിവസം ഉത്സവത്തിന് ഒരിക്കലും വരാതിരിക്കുക. പക്ഷെ അതല്ല സിനിമ. ദാറ്റ് വാസ് ദ ട്രിഗർ പോയിന്റ് ഓഫ് ദാറ്റ് ഫിലിം എന്നുള്ളതാണ്. സുതിയിൽ കുറേ കൂടി എവിഡൻ്റ് ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ഹിം. കുറേ കൂടി സംഭവങ്ങൾ അവൻ്റെ ലൈഫിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് അവൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കഥയൊന്നുമില്ല. ഇറ്റ് ഈസ് എ ഫിക്ഷണൽ സ്റ്റോറി ഓൺലി. പക്ഷേ ആ സിനിമനെ ജെന്യൂൻ ആക്കിയിട്ടുള്ളത് അവൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റാണ് ഇൻ ദിസ് പ്രോജക്റ്റ്. ബിക്കോസ് ദർ ഇസ് എ ഡിഫറൻസ്. നമ്മൾ പുറത്ത് ഒരാൾ നോക്കി കാണുന്നത്, ഒരാളിത് അനുഭവിച്ചറിഞ്ഞ ഒരാൾ, അയാൾ റിയൽ ആയിട്ടുള്ള സംഭവത്തിൽ വരുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ജെന്യൂനിറ്റി സുധിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ ഇപ്പം എൻ്റെ സിനിമകൾക്ക് ഒരിക്കലും ഒരു കോപ്പിയടി സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കോപ്പിയടിക്കുന്നത് നമ്മളുടെ മുമ്പിൽ കാണുന്ന സാധനം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫിലിം മേക്കർക്ക് അല്ലെങ്കിൽ ഒരു കഥ എഴുതേണ്ട ഒരാൾക്ക് ആകെ ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കുക എന്നുള്ളതാണ്. കഥ മുമ്പിലുണ്ട്, അത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അത് കേൾക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ഒറ്റ വിഷയമാണ്. ഇവിടെ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുറവുകളുള്ള നായകന്മാരെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന കാര്യം എന്ന് പറയുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ പറയുന്ന ആളുകൾ അല്ല കളിയാക്കി ഈ സിനിമ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി, അവരെ ഇങ്ങനെ കള്ളപ്പേരിൽ വിളിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി ഈ സിനിമയിൽ. മറ്റൊന്നും ആയിരുന്നില്ല. വിജയപരാജയം ഒക്കെ റിലേറ്റീവ്, അത് വി ക്യാൻ മേക്കപ്പ് വിത്ത് അതർ ഫിലിംസ്. പക്ഷേ ഇതൊരു പറയേണ്ട കഥയാണ്. ഐ വാണ്ട് ടു മേക്ക് ദിസ് ഫിലിം. അതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും വലിയ ചലഞ്ച് ഇത് ആരഭിനയിക്കും എന്ന് പറയുന്നൊരു വലിയ പ്രോബ്ലം ഉണ്ട്. കാരണം ഒരു സിനിമയിൽ ത്രൂ ഔട്ട് വിക്ക് അഭിനയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദാറ്റ് ഈസ് മോർ ഈസി. ദാറ്റ്സ് ഓക്കെ. അതൊക്കെ പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള കുറേ കുറവുകളുള്ള ആൾക്കാരുടെ കഥകൾ എടുക്കുക. എല്ലാവർക്കുള്ള കോമൺ ട്രേറ്റ്സ് ഞാൻ പറയാം. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അവർ കുറച്ച് ദരിദ്രരായിരിക്കും, അവർ കുറച്ച് മണ്ടന്മാരായിരിക്കും. ഇങ്ങനെയാവുമ്പോൾ ഇറ്റ് ഈസ് മോർ ഈസി എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് സിനിമാറ്റിക് ആക്കാം അതിന്. അപ്പോൾ പെർഫോമൻസ് അത് കൊണ്ടുവരാം. സുധി എന്ന് പറയുന്ന ഒരാൾ, അയാൾ അത്യാവശ്യം സുന്ദരനാണ്, അയാൾ ഇൻ്റലിജൻ്റാണ്, അയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ എഴുതുന്ന ഒരാളാണ്, അയാളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ചിന്തകളുമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പെർഫോം ചെയ്യണം, അതിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെ ലളിതമാക്കണം, അതിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഹ്യൂമർ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമില്ല. അല്ലാത്ത പക്ഷം കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ വിക്ക് വിഷയമായിട്ടൊരു സിനിമ ഇവിടെ വന്നാൽ പിന്നെ ഇതിന് പ്രസക്തിയില്ല. സോ എനിബഡി ക്യാൻ മേക്ക് ഇറ്റ്, ദെൻ ഐ വിൽ നെവർ ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. അപ്പം അങ്ങനെ 2-3 കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇതങ്ങ് അറ്റംപ്റ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ആരഭിനയിക്കും എന്ന് തോന്നിയപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഫസ്റ്റ് ചോയ്സ് ജയസൂര്യ തന്നെയായിരുന്നു. ഇപ്പോൾ മുമ്പ് പലരെ ആലോചിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ജയനെ മീറ്റ് ചെയ്ത്, ജയനെ അറിയാവുന്ന കഥ തന്നെയാണ്, ഞാൻ പലരോടും പറയാറുള്ളതാണ് പലപ്പോഴും. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ സുധി എന്ന് പറയുന്ന റോൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാനിത് പലരോടും കഥ പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പലപ്പോഴും പല സൗഹൃദ സംഭാഷണങ്ങളും പലപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ കഥ എല്ലാവരെയും പെട്ടെന്ന് എക്സൈറ്റ് ചെയ്തൊരു കഥയാണ്, ക്യാരക്ടറാണ്. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡ്രീം റോൾ ഫോർ എൻ ആക്ടർ. ഒരുപാട് ആക്ടേഴ്സിന് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന റോളാണ്. സോ ഐ കുഡ് ഹാവ് ജസ്റ്റ് പിക്ഡ് ഔട്ട് എനിബഡി ടു മേക്ക് ദ ഫിലിം. പക്ഷേ ജയനെന്ന് എനിക്ക് തോന്നിയത് ഇവിടെയുള്ള ആക്ടേഴ്സിൽ ഈ ക്യാരക്ടറിനോട് മാക്സിമം ഒരു നീതി പുലർത്താൻ പറ്റുന്ന ഒരാൾ ജയസൂര്യ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത് അയാളുടെ ഒരു രൂപം അതിന് സൂട്ടബിളാണ്, അയാളുടെ ഒരു ബോഡി അതിന് സൂട്ടബിളാണ്, അയാളുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പല ആക്ടേഴ്സുണ്ട്, പറ്റാത്ത ആക്ടേഴ്സുണ്ട്, പറ്റുന്ന ആക്ടേഴ്സുണ്ട്. അയാൾക്ക് അപ്പം ഞാൻ ജയനോട് പറഞ്ഞിട്ട് ജയൻ്റെ മുമ്പിൽ വെച്ചൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് ഒരു 40 ദിവസം മുൻപ് ഒരു പടം പോലും ഷൂട്ട് ചെയ്യാൻ പാടില്ല, ചുമ്മാ ഇരിക്കണം, എന്നാലേ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ. അത് ഒന്നും ചെയ്യാനല്ല, വെറുതെ ഇരിക്കും, നമുക്ക് കാണുമ്പോഴേ ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ വെച്ച കാര്യം എന്താ വെച്ചാൽ,
ഇത് നമ്മൾ തലേദിവസം വരെ മലയാള സിനിമയുടെ അവസ്ഥയിൽ സാധാരണ ആക്ടേഴ്സ് ചെയ്യുന്നത് ഇന്നലെ ഒരു സിനിമ അഭിനയിച്ചു, അപ്പോൾ നമ്മൾ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അത് നാളെ വന്ന് മറ്റേ സിനിമ അഭിനയിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന റോളേ അല്ല ഇത്. ഈ സിനിമയിൽ എപ്പോഴും അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കുറച്ച് സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഗംഭീര അഭിനയമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വാഴ്ത്തപ്പെടുന്നത് അതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ മോളി ആൻഡിയിൽ രേവതിയുടെ പെർഫോമൻസ് ഐ വിൽ റേറ്റ് ഇറ്റ് ആസ് ദ ബെസ്റ്റ് ഫീമെയിൽ പെർഫോമൻസ് ഇൻ എ വെരി വെരി ലോങ് ടൈം ഇൻ മലയാളം ഫ്രം എ ലീഡ് മലയാളം ആക്ടർ. പക്ഷേ ആ രീതിയിൽ ആ പെർഫോമൻസിനെ വിലയിരുത്തുകയോ അംഗീകരിക്കപ്പെടുകയോ ഒന്നും ഉണ്ടായില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ അവാർഡ് കമ്മിറ്റിയും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഒരു ഭയങ്കര പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻറ്റൻസ് ആയിരിക്കും, ഭയങ്കര റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി, മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗംഭീര അഭിനയമാണ്. ബുദ്ധിമുട്ട് സബ്റ്റിലായിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ്. കുശുമ്പ്, അസൂയ, പക, ഈ വക സാധനങ്ങളൊക്കെ ഇല്ലേ, ഇത് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട്. ശ്രുതിയുടെ സംബന്ധിച്ച് ത്രൂ ഔട്ട് അങ്ങനെയാണ്. ത്രൂ ഔട്ട് ഇത് സബ്റ്റിലായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു വേഷമാണ്. അപ്പം ഇൻറ്റൻസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി ആക്ടേഴ്സിന് പോകാൻ പറ്റും. ഇതിലെനിക്ക് ഏറ്റവും അഭിനയിക്കാൻ വിഷമമുള്ള സീൻ എന്ന് പറഞ്ഞാൽ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. എനിക്ക് പേഴ്സണലി അറിയാം ഒരു ആക്ടറിനെ ഏറ്റവും അഭിനയിക്കാൻ വിഷമമുള്ള സീൻ എന്ന് പറഞ്ഞാൽ കല്യാണി ഈ അദ്ദേഹത്തോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ പുള്ളിക്ക് കിട്ടണം. ഒരു ആക്ടറിനെ അഭിനയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഷോട്ട് അതാണ്. കാരണം വിക്കുണ്ട്, വിക്കറ്റുണ്ട്, അതിനൊരു ഹ്യൂമർ കൊണ്ടുവരുന്നു, അതിനൊരു പ്രണയം മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു, ഒരു അത്ഭുതം ഉണ്ടായിരിക്കുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് അഭിനയിക്കുന്നത്. ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഈവൻ സുസുധിയിൽ നോക്കിയാലും ആൾക്കാർ പെട്ടെന്ന് പറയാം ആ എൻഗേജ്മെൻറ്റ് സീൻ അതൊക്കെയാണ് അഭിനയിക്കാൻ ഏറ്റവും വിഷമം. അല്ല, അഭിനയിക്കാൻ വിഷമമുള്ള സീൻ ഈ പറയുന്ന പോലത്തെ സീനുകളാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച്. അത് ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുക.